നമ്മുടെ കുട്ടികൾ ചെറിയ ചില കുരുത്തക്കേടുകൾ കാണിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും നമ്മൾ അവരെ അടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒച്ച വെക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യാമെന്നാണ് കുട്ടി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് വലിയവർ തമ്മിൽ നിരന്തരമുള്ള ആർഗ്യുമെന്റ്സും കുറ്റപ്പെടുത്തലുകളും വഴക്കും ഒക്കെ ദിവസേന കണ്ട് വളരുന്ന കുട്ടികളുടെ അവസ്ഥയും. കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ തിരിച്ചറിയാനോ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനോ കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ മുതിർന്നവരുടെ അവസ്ഥയോ? ഇവിടെ എല്ലാം ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ കുട്ടികളെ ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നത് നമ്മളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിവതും നമ്മുടെ വീട്ടില് ആർഗ്യുമെന്റ്സും വഴക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഇമോഷൻസിനെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഇത് കണ്ട് നമ്മുടെ കുട്ടികൾ വളരട്ടെ.